ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നെക്ക് ഡിസൈനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാനിവിടെ ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു വീനൊക്കെ ഡെവലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ചുറ്റും കുറച്ച് ഫ്ലവറൊക്കെ വരച്ചിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ കുർത്തീൻ്റെ ഒക്കെ നെക്കിനോ അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പിൻ്റെ ഇല്ലേ അതിൻ്റെ ടോപ്പിൻ്റെ നെക്കിനോ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ നമുക്ക് അതിൻ്റെ യോക്ക് പോർഷനിൽ ഇങ്ങനെ ഓരോ ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കാവേ. അതിന് ഞാനിവിടെ ഇത്രയും കളറുള്ള ത്രെഡും എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലത്തെ മിററും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതാണ് ഞാൻ മെറ്റീരിയൽ വരച്ചിരിക്കുന്ന ഡിസൈന്. നമ്മൾ ആ ഫ്ലവറിൻ്റെ ഒക്കെ നടുക്കൂടി ഓരോ മിറർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മിററിൻ്റെ ചുറ്റും ഈ യെല്ലോ ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. റിംഗ് നോട്ട് ഇട്ടിട്ട് ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, 4 ത്രെഡ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എംബ്രോയ്ഡറി ത്രെഡ് തന്നെ ഇങ്ങനെ അടർത്തി എടുത്തിയാണ്. ഈ ലൈറ്റ് കളറുള്ള ത്രെഡില്ലേ, ഈ ത്രെഡ് വെച്ചിട്ട് ഇവിടുത്തെ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്ലവർ നമ്മൾ ഇച്ചിരിയും കൂടി ഡാർക്കായിട്ടുള്ള റോസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ 2 എണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ ഈ സെയിം കളറുള്ളത് തന്നെ വെച്ചിട്ട് ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. യെല്ലോ ത്രെഡ് വെച്ചിട്ട് ഈ റൗണ്ടിൻ്റെ ഇവിടെയൊക്കെ റിംഗ് നോട്ട് ഇട്ടിട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കാണുന്നില്ല, അവിടെ ഈ ഡാർക്കും ലൈറ്റും കളറുള്ള ത്രെഡ് വെച്ചിട്ട് റിംഗ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.